AM കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഇലയുടെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ അട ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അത് ആവശ്യത്തിന് അരിപ്പൊടി എടുത്തു, അതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ ഈ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാതെയാണ് ഞാൻ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതാ മാവെല്ലാം കുഴച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് ഇലയിലേക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മളെ ശർക്കരയും നാളികേരം ചെരുവിയതും കൂടെ ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതാ മാവൊക്കെ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും അവിലും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല, ഞാൻ വെറും നാളികേരം ചെരുകിയതും ശർക്കരയും മാത്രം ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ചൂടായിട്ടുള്ളൊരു തവ, അപ്പോൾ ഞാൻ കുറച്ച് പഴയ ഒരു ഫ്രൈ പാൻ ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നമ്മുടെ നല്ല പത്തിരിച്ചട്ടിയൊക്കെ അതിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ അട ചുട്ടെടുക്കുക. ഇത് ആവിക്ക് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദാ ഇത് ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിൻ്റെ മറ്റു ഭാഗം കൂടെ അതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൽ നമ്മൾ എണ്ണയൊന്നും തടവണമൊന്നുമില്ല, ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദാ നമ്മുടെ അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള മാവും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ 4 മണി ചായൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും, മധുരം ഇഷ്ടമുള്ളവർക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ അടയൊക്കെ വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഇങ്ങനെ കരിഞ്ഞതുപോലെ ഉണ്ടാകും, പക്ഷെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ആ ഇലേൻ്റെ, ആ വാഴ ഇലേൻ്റെ ആ ഒരു സ്മെല്ല് ഇതിലേക്ക് നല്ലോണം പിടിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലോണം വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്തെടുക്കാം. അരിപ്പൊടിയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.